ഹിസ്റ്ററിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നാണ്. ഇന്ത്യൻ റവല്യൂഷണറി മൂവ്മെൻറ്റിൻ്റെ ബാക്കി ഭാഗം, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്. ഇന്ത്യൻ റവല്യൂഷണറി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പിസോഡ്സും ഇവൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബംഗാൾ ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞു. ബംഗാളിൽ ആരംഭിച്ച ഒരു സീക്രട്ട് സൊസൈറ്റി അല്ലെങ്കിൽ റവല്യൂഷണറി ഓർഗനൈസേഷനാണ് അനുശീലൻ സമിതി. അപ്പോൾ ഈ അനുശീലൻ സമിതിയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒന്ന് രണ്ട് റവല്യൂഷണറി ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ആദ്യം പറയേണ്ടുന്നത്. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 1907 ഡിസംബർ 6 നടക്കുന്നത്. ഓൺ 6 ഡിസംബർ 1907 the revolutionaries of the Anushilan Samiti tried to blast the compartment in which the governor of Bengal was traveling. ബംഗാൾ ഗവർണർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റിൽ ബോംബ് വെച്ചത് തകർക്കുക, അദ്ദേഹത്തെ വധിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ ദ ഗവർണർ എസ്കേപ്ഡ് അൺഹർട്ട്. പരിക്കുകളൊന്നുമില്ലാതെ ഗവർണർ രക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹം യാത്ര ചെയ്തിരുന്ന കമ്പാർട്ട്മെൻറ്റ് പാളം തെറ്റുകയുണ്ടായി. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് അനുശീലൻ സമിതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെവല്യൂഷണറി ആക്ടിവിറ്റിയാണ്. രണ്ടാമത്തേത് 1907 തന്നെ നടന്ന മറ്റൊരു ഇൻസിഡൻ്റ് ആണ്. On December 23rd, 1907 of the same year, the revolutionaries shot the magistrate of Dhaka at the Faridpur railway station. Faridpur railway stationil വെച്ച് ഡാക്കയിലെ മജിസ്ട്രേറ്റിനെ റെവല്യൂഷണറീസ് വെടിവെക്കുകയും അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുകയും ഉണ്ടായി. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഇൻസിഡൻറ്റ്. മൂന്നാമത്തെ ഇൻസിഡൻറ്റ് അനുശീലൻ സമിതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇത് സംഭവിക്കുന്നത് 1908 ഏപ്രിൽ 30 An attempt was made to assassinate ഡഗ്ലസ് കിങ്സ്ഫോർഡ്. ഇദ്ദേഹം മുസാഫർപൂരിലെ ഡിസ്ട്രിക്ട് ജഡ്ജാണ്. He was an unpopular British chief magistrate in മുസാഫർപൂർ. ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു കിങ്സ്ഫോർഡ്. കിങ്സ്ഫോർഡിനെ വധിക്കാനുള്ള ശ്രമം, ആ ഒരു ഇൻസിഡന്റ് അറിയപ്പെടുന്നത് അലിപൂർ ബോംബ് കോൺസ്പിറസി കേസ്, അതല്ലെങ്കിൽ മുരാരിപുക്കൂർ കോൺസ്പിറസി, അതും അല്ലെങ്കിൽ മാണിക് ഡൊല്ല ബോംബ് കോൺസ്പിറസി. നിർഭാഗ്യവശാൽ ദ carriage at which the bomb was targeted contained 2 English ladies and not Kingsford. കിങ്സ്ഫോർഡിനെ ലക്ഷ്യമാക്കി ബോംബെറിഞ്ഞ വാഹനത്തിൽ പക്ഷേ കിങ്സ്ഫോർഡിന് പകരം 2 ഇംഗ്ലീഷ് വനിതകളാണ് ഉണ്ടായിരുന്നത്. ആ 2 സ്ത്രീകളും ആ അറ്റാക്കിൽ വധിക്കപ്പെടുകയുണ്ടായി. ഈ കാരിയേജിന് നേരെ, ഈ വെഹിക്കിളിന് നേരെ ബോംബെറിഞ്ഞ റെവല്യൂഷണറീസ് പ്രഫുല്ല ചാക്കിയും ഖുദിറാം ബോസുമായിരുന്നു. ചാക്കി കമ്മിറ്റഡ് സൂയിസൈഡ്. അപ്പോൾ പിടിക്കപ്പെടുന്നതിന് മുമ്പ് പ്രഫുല്ല ചാക്കി സൂയിസൈഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അതേസമയം ഖുദിറാം ബോസ് അന്ന് ഏതാണ്ട് 18 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ഖുദിറാം ബോസിനെ പിടികൂടുകയും വധശിക്ഷയ്ക്ക് വിധിക്കുക, അതായത് തൂക്കിലേറ്റുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട്
വിചാരണ നേരിടേണ്ടി വന്ന മറ്റ് റവല്യൂഷണറീസ് എന്ന് പറയുന്നത് അരവിന്ദ് ഘോഷ്, അദ്ദേഹത്തിന്റെ ബ്രദർ വീരേന്ദ്രകുമാർ ഘോഷ്, കനൈലാൽ ദത്ത്, സത്യേന്ദ്രനാഥ് ബോസ് ആൻഡ് മോർ ദാൻ 30 others. 30-ലധികം പേർ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ട്രയൽ ഫേസ് ചെയ്യേണ്ടായി. They were all members of അനുശീലൻ സമിതി ഇൻ കൽക്കട്ട. അപ്പോൾ അതാദ്യമേ നമ്മൾ പറഞ്ഞു, കൽക്കട്ടയിൽ രൂപീകരിക്കപ്പെട്ട അനുശീലൻ സമിതി എന്ന റവല്യൂഷണറി ഓർഗനൈസേഷന്റെ മെമ്പേഴ്സ് ആയിരുന്നു ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ റവല്യൂഷണറീസും. അരവിന്ദ് ഘോഷ് വാസ് അക്യൂറ്റഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് എവിഡൻസ്. തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അരവിന്ദ് ഘോഷിനെ വെറുതെ വിടുകയുണ്ടായി. ആൻഡ് അതേഴ്സ് സെർവ്ഡ് വേരിയിങ് ലൈഫ് ടേംസ് ഇൻ പ്രിസൺ. അടുത്ത ഇൻസിഡന്റ് എന്ന് പറയുന്നത് കേഴ്സൺ വില്ലീസ് അസാസിനേഷൻ ആണ്. 1909 ഈ ആക്ടിവിറ്റി നടക്കുന്നത്. ദ ഇന്ത്യ ഹൗസ് വാസ് ആൻ ഓർഗനൈസേഷൻ ഇൻ ലണ്ടൻ ഇൻവോൾവ്ഡ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ഇന്ത്യ, മെയിൻലി എൻഗേജിങ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇൻ ദ UK as its participants. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ലണ്ടനിലെ ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യ ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു റവല്യൂഷണറി ഓർഗനൈസേഷനാണ്. ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് UK പഠനത്തിനായി വരുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിനെയാണ് ഇതിലെ പാർട്ടിസിപ്പൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Patrons of this organization included ശ്യാംജി കൃഷ്ണവർമ്മ ആൻഡ് ബിക്കാജി കാമ. അപ്പോൾ ശ്യാംജി കൃഷ്ണവർമ്മയും ബിക്കാജി കാമയുമാണ് ഇതിന്റെ രക്ഷാധികാരികൾ, ഈ ഓർഗനൈസേഷന്റെ രക്ഷാധികാരികൾ എന്ന് പറയുന്നത്. ഇന്ത്യ ഹൗസ് ബിക്കെയിം ദ സെന്റർ ഓഫ് റവല്യൂഷണറി ആക്ടിവിറ്റീസ് ഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള റവല്യൂഷണറി സെന്റർ ആയിട്ട്, റവല്യൂഷണറി ആക്ടിവിറ്റീസിന്റെ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചത് ഈ ഇന്ത്യ ഹൗസ് ആണ്. The organization was liquidated after the assassination of an army officer, Curzon Willie, by its member Madan Lal Dhingra in 1909. 1909 ഈ ഇന്ത്യ ഹൗസ് റവല്യൂഷണറി ഓർഗനൈസേഷന്റെ ഒരു മെമ്പർ മദൻലാൽ ഡിംഗ്ര. ഈ മദൻലാൽ ഡിംഗ്ര ഒരു ആർമി ഓഫീസറിന്റെ പേര് കേഴ്സൺ വില്ലി എന്നാണ്. അതാണ് ഈ കേഴ്സൺ വില്ലീസ് അസാസിനേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കേഴ്സൺ വില്ലി എന്ന ആർമി ഓഫീസറെ വധിച്ചതോടുകൂടിയാണ് ഈ ഓർഗനൈസേഷൻ പിന്നീട് ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നത്, പിരിച്ചുവിടപ്പെടുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായത് ആ ഒരു ഇൻസിഡന്റോട് കൂടിയാണ്. അടുത്ത ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഹൗറ ഗാങ് കേസ്. 1910 ഹൗറ ഗാങ് കേസ്. ദിസ് കേസ് വാസ് ഓൾസോ നോൺ ആസ് ഹൗറ സിപ്പൂർ കോൺസ്പിറസി. 47 റവല്യൂഷണറീസ്. ഈ റവല്യൂഷണറീസ് എന്ന് പറയുന്നത് അനുശീലൻ സമിതിയുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള റവല്യൂഷണറീസ് ആണ്. 47 പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇതിലെ കേസ് എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഷംസുൽ അലാം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കേസിലാണ് 47 റവല്യൂഷണറീസിനെ, അനുശീലൻ സമിതിയുടെ റവല്യൂഷണറീസിനെ അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് വിധേയരാക്കുകയും ചെയ്തത്. ഡൽഹി കോൺസ്പിറസി കേസ് എന്നറിയപ്പെടുന്ന അടുത്ത റവല്യൂഷണറി ആക്ടിവിറ്റി, അതിനെപ്പറ്റി നോക്കാം. ലോർഡ് ഹാർഡിഞ്ച്, ഈ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഹാർഡിഞ്ചിനെ വധിക്കാൻ നടത്തിയ അറ്റംപ്റ്റ് ആണ് ഈ ഡൽഹി കോൺസ്പിറസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോർഡ് ഹാർഡിഞ്ച്, വൈസ്രോയി ഓഫ് ഇന്ത്യ, ഡിക്ലെയർഡ് ഫോർമലി ഇൻ 1911 ഡൽഹി ആസ് ദി ഫ്യൂച്ചർ ക്യാപിറ്റൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു ഡിക്ലറേഷൻ ലോർഡ് ഹാർഡിഞ്ച് നടത്തുകയുണ്ടായി. മുൻപ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൽക്കട്ടയായിരുന്നു. കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് ആണ് ലോർഡ് ഹാർഡിഞ്ച് നടത്തിയത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എ ബിഗ് പ്രൊസഷൻ വാസ് ടേക്കൺ ഔട്ട് ഓൺ 23rd December 1912 ഇൻ ഡൽഹി ടു സെലിബ്രേറ്റ് ദി ഒക്കേഷൻ. അപ്പോൾ ഈ തലസ്ഥാന മാറ്റവുമായി ബന്ധപ്പെട്ട സെലിബ്രേഷന്റെ
ഭാഗമായിട്ട് ഒരു വലിയ പ്രൊസഷൻ, ഒരു ഘോഷയാത്ര 1912 ഡിസംബർ 23 ഡൽഹിയിൽ നടക്കുകയാണ്. ആനപ്പുറത്ത് ലോർഡ് ഹാർഡിഞ്ച് ഈ ഘോഷയാത്രയിൽ ഇങ്ങനെ വരികയാണ്. ചാന്ദിനി ചൗക്കിൽ വെച്ച് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സമീപത്ത് വെച്ചാണ്. ബോംബ് ത്രോൺ ഫ്രം ദ ഫ്രണ്ട് ഓഫ് ദി പഞ്ചാബ് നാഷണൽ ബാങ്ക് അറ്റ് ചാന്ദിനി ചൗക്ക് ബൈ എ റെവല്യൂഷണറി ഡിസ്ഗൈസ്ഡ് ഹിംസെൽഫ് ആസ് എ മുസ്ലിം വുമൻ ആൻഡ് വാസ് ഡോണിങ് എ ബുർഖ. ബുർഖ ധരിച്ച ഒരു മുസ്ലിം സ്ത്രീ എന്ന വ്യാജേന ഒരു റെവല്യൂഷണറി, ഒരു വിപ്ലവകാരി ചാന്ദിനി ചൗക്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സമീപത്ത് നിന്നാണ്, ഫ്രണ്ടിൽ നിന്നാണ് ഈ ബോംബ് ലോർഡ് ഹാർഡിഞ്ച് കടന്നു പോകുന്ന ആ ഘോഷയാത്രയിലേക്ക് വലിച്ചെറിയുന്നത്. ഹാർഡിഞ്ച് ചെറിയ മൈനർ ഇഞ്ചുറീസുമായിട്ട് രക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ പുറകിൽ മുത്തുക്കുടയൊക്കെ പിടിച്ച് ആനപ്പുറത്തിരുന്നിരുന്ന അദ്ദേഹത്തിന്റെ അറ്റൻഡന്റ് അപ്പോൾ തന്നെ മരിക്കുകയുണ്ടായി. According to government sources, Lala Hardayal, who had returned to India in 1906, was responsible for the incident. അപ്പോൾ ഗവൺമെന്റ് സോഴ്സസ് പ്രകാരം 1906 ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ലാല ഹർദയാലാണ് ഈ ഇൻസിഡന്റിന്റെ പുറകിൽ പ്രവർത്തിച്ചത് എന്നാണ് ഗവൺമെന്റ് സോഴ്സസ് പ്രകാരം പറയപ്പെടുന്നത്. അക്യൂസ്ഡ് ആയിട്ടുള്ള കുറെ റെവല്യൂഷണറീസ് ഉണ്ട് ഈ കേസിൽ. മാസ്റ്റർ അമീർ ചന്ദ്, ഔദ് ബിഹാരി, ബാൽ മുകുന്ദ്, ബസന്ത് കുമാർ ബിശ്വാസ്. അപ്പൊ ഇവരെയൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയുണ്ടായി. അതേസമയം രാഷ്ബിഹാരി ബോസ് വാസ് സക്സീഡഡ് ഇൻ ഫ്ലീയിങ് ടു ജപ്പാൻ. ജപ്പാനിലേക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അടുത്തത് കക്കോരി കോൺസ്പിറസി കേസാണ്. 1925 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ദി അറ്റാക്ക് വാസ് ലെഡ് ബൈ ദ യൂത്ത് ഓഫ് ദി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അതായത് HRA എന്നറിയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നറിയപ്പെടുന്ന റെവല്യൂഷണറി ഓർഗനൈസേഷനാണ് ഈ കക്കോരി കോൺസ്പിറസി കേസിന് പിറകിൽ പ്രവർത്തിച്ചത്. ഈ കേസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ കേസ് ഓഫ് ട്രെയിൻ റോബറി, ഒരു ട്രെയിൻ കൊള്ളയടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ദാറ്റ് ഒക്കേഡ് നിയർ കക്കോരി ഇൻ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ കക്കോരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഓൺ 9th August 1925, the money sent by the government from Saharanpur to Lucknow by train was looted at the Kakori railway station. 1925 ഓഗസ്റ്റ് 9 ഗവൺമെന്റിന്റെ പണം അത് സഹാറാൻപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ലക്നൌവിലേക്ക് കൊണ്ടുവരികയാണ്. ബൈ ട്രെയിനിൽ. ആ പണമാണ് കൊള്ളയടിക്കപ്പെടുന്നത് കക്കോരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്. In December 1927, on the charges of conspiracy, Ram Prasad Bismil, Rajendra Lahiri, Roshan Singh and Ashfaqullah Khan were hanged. അപ്പോൾ ഈ കേസിൽ പിടിയിലായ റെവല്യൂഷണറീസ് റാം പ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുള്ള ഖാൻ, അതുപോലെ തന്നെ റോഷൻ സിംഗ്, രാജേന്ദ്ര ലാഹിരി, റാം പ്രസാദ് ബിസ്മിൽ. അപ്പോൾ ഇത്രയും പേരെ തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത് ഈ കേസിൽ. സജീന്ദ്രനാഥ് സന്യാലിനെ ജീവപര്യന്തം തടവിനും ശിക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ഈ അറ്റാക്ക് നടത്തിയത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലെങ്കിൽ HRAയുടെ റെവല്യൂഷണറി മെമ്പേഴ്സ് ആണ്. ഈ HRA അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആണ് പിന്നീട് റീസ്ട്രക്ചേർഡ് ചെയ്ത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനായി മാറുന്നത് അല്ലെങ്കിൽ HSRA ആയി മാറുന്നത്. HRA was founded by revolutionaries like Ram Prasad Bismil, Jogesh Chatterjee, Sachindranath Sanyal in Kanpur on October 1924. 1924 ഒക്ടോബറിൽ കാൺപൂരിലാണ് രാംപ്രസാദ് ബിസ്മില്, ജോഗേഷ് ചാറ്റർജി, സജീന്ദ്രനാഥ് സന്യാൽ എന്നീ റെവല്യൂഷണറീസ് ചേർന്ന് ഈ HRA അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന ഓർഗനൈസേഷൻ
സ്ഥാപിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം, ഈ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു ഓവർത്രോ colonial rule and to establish a federal republic of United States of India based on adult franchise. അപ്പോൾ കൊളോണിയൽ റൂള് അവസാനിപ്പിക്കുകയും ഒരു ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ രൂപീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ബേസ്ഡ് ഓൺ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതായത് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പബ്ലിക് രൂപീകരിക്കുക, ഫെഡറൽ റിപ്പബ്ലിക്. ഈ വിപ്ലവകാരികൾ വളരെ വേഗം സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനത്തിന് കീഴിൽ വരികയും 1928 ചന്ദ്രശേഖർ ആസാദിന്റെ നേതൃത്വത്തിൽ ഈ സംഘടനയുടെ പേര്, അതായത് HRA, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന ഈ സംഘടനയുടെ പേര് HSRA എന്നാക്കി മാറ്റുകയും ചെയ്തു. അതായത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, അതായത് സോഷ്യലിസമായി മാറി. പിന്നീട് റെവല്യൂഷണറി ഓർഗനൈസേഷന്റെ ഗോൾ, ലക്ഷ്യം എന്ന് പറയുന്നത്, അപ്പോൾ മേജർ യങ് റെവല്യൂഷണറീസ് ഓഫ് നോർത്തേൺ ഇന്ത്യ മെറ്റ് അറ്റ് ഫിറോസ് ഷാ കോട്ട്ല ഗ്രൗണ്ട് അറ്റ് ഡൽഹി on 9th and 10th September 1928 and created a new collective leadership and adopted socialism as their official goal and changed the name of the party to the Hindustan Socialist Republican Association. അപ്പോൾ ഇത്തരത്തിൽ HRA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ HSRA ആയി മാറുന്നത് 1928 സെപ്റ്റംബറിൽ ഫിറോസ് ഷാ കോട്ട്ല ഗ്രൗണ്ടിൽ, ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ല ഗ്രൗണ്ടിൽ പ്രമുഖരായിട്ടുള്ള യങ് റെവല്യൂഷണറീസിന്റെ നേതൃത്വത്തിൽ, ചന്ദ്രശേഖർ ആസാദിന്റെ ലീഡർഷിപ്പിൽ, മറ്റ് റെവല്യൂഷണറീസിന്റെ സാന്നിധ്യത്തിൽ, അപ്പോൾ ആ റെവല്യൂഷണറീസിന്റെ കൂട്ടത്തിൽ ഭഗത് സിംഗ്, സുഖ്ദേവ്, ഭഗവതി ചരൺ വോഹ്ര, ജയ്ദേവ് കപൂർ, ശിവ് വർമ്മ, ബിജോയ് കുമാർ സിൻഹ എന്നീ റെവല്യൂഷണറീസ് ഒക്കെ തന്നെ ഇതിൽ സന്നിഹിതരായിരുന്നു ഈ ഒരു മീറ്റിങ്ങിൽ. അപ്പോൾ ഈ മീറ്റിങ്ങിൽ വെച്ചാണ് HSRA രൂപം കൊള്ളുന്നത്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അപ്പോൾ ഈ ഓർഗനൈസേഷന്റെ ഒഫീഷ്യൽ ഗോൾ എന്ന് പറയുന്നത് സോഷ്യലിസം ആണ്. ദേ അഡോപ്റ്റഡ് സോഷ്യലിസം as their official goal and changed the name of the party to the Hindustan Socialist Republican Association. The HSRA and its leadership was rapidly moving away from individual heroic action and assassination and towards mass politics. അപ്പം HSRAയും അതിൻ്റെ നേതൃത്വവും വളരെ വേഗം തന്നെ ഇത്തരത്തിലുള്ള അസാസിനേഷൻ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുമാറി മാസ് പൊളിറ്റിക്സിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഇൻഡിവിജ്വൽ ഹീറോയിക് ആക്ഷൻ വിട്ട്, ഇൻഡിവിജ്വൽ ഹീറോയിക് ആക്ഷനോ അല്ലെങ്കിൽ അസാസിനേഷൻസോ ഉപേക്ഷിച്ച്, വ്യക്തിഹത്യകളൊക്കെ ഉപേക്ഷിച്ച് മാസ് പൊളിറ്റിക്സിലേക്ക് തിരിയുകയുണ്ടായി ഈ HSRAയുടെ രൂപീകരണത്തോട് കൂടി. അതായത് ലാലാ ലജ്പത് റായ്സ് ഡെത്ത് as a result of the brutal Lapti charge when he was leading an anti-Simon Commission demonstration at Lahore on 30th October 1928 led them once again to take to individual assassination. ഈ ഒരു അസാസിനേഷനെ അറിയപ്പെടുന്നത് ലാഹോർ കോൺസ്പിറസി കേസ് എന്നാണ്. അതായത് ആന്റി സൈമൺ കമ്മീഷൻ ഡെമോൺസ്ട്രേഷൻ ലീഡ് ചെയ്യുകയായിരുന്ന ലാലാ ലജ്പത് റായിയെ ലാത്തി കൊണ്ട് പ്രഹരിക്കുകയുണ്ടായി, അദ്ദേഹത്തെ ലാത്തി ചാർജിന് വിധേയനാക്കുകയുണ്ടായി. അപ്പോൾ ലാത്തി ചാർജിന്റെ ഫലമായിട്ട്, ലാത്തി കൊണ്ടേറ്റ പ്രഹരങ്ങളുടെ ഫലമായിട്ട് ലാലാ ലജ്പത് റായ് മരണമടയുകയും, അപ്പോൾ ഇതിന് ഒരു പ്രതികാരം എന്നുള്ള നിലയ്ക്ക് ഭഗത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള റെവല്യൂഷണറീസ് ഈ പോലീസുകാരനെ അസാസിനേറ്റ് ചെയ്യാൻ, വധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കേസാണ് ലാഹോർ കോൺസ്പിറസി കേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാൻഡേഴ്സ് വാസ് killed mistakenly as the real target was another police officer, ജെയിംസ് സ്കോട്ട്. ശരിക്കും വധിക്കപ്പെടേണ്ട പോലീസ് ഓഫീസർ അല്ലെങ്കിൽ who was responsible for the Lathi charge that killed ലാലാ ലജ്പത് റായ് was ജെയിംസ് സ്കോട്ട്. ജെയിംസ് സ്കോട്ട് എന്ന ലാലാ ലജ്പത് റായിയെ ലാത്തി ചാർജിന് വിധേയനാക്കിയ പോലീസ് ഓഫീസറെയാണ് ശരിക്കും ഈ റെവല്യൂഷണറീസ് ടാർഗറ്റ് ചെയ്തത്. പക്ഷേ
അബദ്ധവശാൽ കൊല്ലപ്പെട്ടത് സാൻഡേഴ്സ് എന്ന് പറയുന്ന JP സാൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ്. അതേഴ്സ് ഇൻവോൾവ് ഇൻ ദിസ് കില്ലിംഗ് വെയർ സുഖ്ദേവ്, രാജ്ഗുരു ആൻഡ് ചന്ദ്രശേഖർ ആസാദ്. ഈ ഒരു ലാഹോർ കോൺസ്പിറസി കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള മറ്റ് റവല്യൂഷണറീസ് ആണ് സുഖ്ദേവും രാജ്ഗുരുവും ചന്ദ്രശേഖർ ആസാദും. ഇവരെല്ലാവരും തന്നെ HSRAയുടെ മെമ്പേഴ്സാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ മെമ്പേഴ്സാണ്. മാറിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ചും ജനങ്ങൾ വിപ്ലവം നടത്തേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചും ജനങ്ങളെ അറിയിക്കുന്നതിനും HSRA നേതൃത്വം തീരുമാനിച്ചു. അതിന്റെ ഫലമായി ഭഗത് സിംഗും BK ദത്തും കേന്ദ്ര ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 1929 ഏപ്രിൽ 8 ബോംബെറിയുകയുണ്ടായി. ആ ബോംബ് കേസാണ് സെൻട്രൽ അസംബ്ലി ബോംബ് കേസ് 1929 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബോംബ് ആർക്കും അപകടമുണ്ടാക്കിയില്ല. റവല്യൂഷണറീസ് ബോധപൂർവം നിരുപദ്രവകാരിയായിട്ടുള്ള ബോംബ് ഉപയോഗിക്കുകയായിരുന്നു. കൊലപ്പെടുത്തുകയായിരുന്നില്ല അവരുടെ ലക്ഷ്യം. മറിച്ച് അവരുടെ ലഘുലേഖ പറഞ്ഞതുപോലെ ബധിരരെ കേൾപ്പിക്കുന്നതിനായിട്ടായിരുന്നു ഈ ഒരു ബോംബേർ എന്ന് പറയുന്നത്. ബോംബ് എറിഞ്ഞതിനു ശേഷം ഭഗത് സിംഗിനും BK ദത്തിനും അനായാസം രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടാനായി നിന്നുകൊടുക്കുകയാണ് ഉണ്ടായത്. കാരണം വിപ്ലവ പ്രചാരണത്തിന്റെ ഒരു വേദിയായി കോടതിയെ ഉപയോഗപ്പെടുത്തണമെന്നവർ ആഗ്രഹിച്ചതുകൊണ്ടാണ് അത്തരത്തിൽ അവർ അറസ്റ്റ് വരിക്കാൻ തീരുമാനിച്ചത്. വിചാരണയ്ക്ക് ശേഷം ഈ 3 വിപ്ലവകാരികളെയും ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയും 1931 മാർച്ചില് തൂക്കിലേറ്റുകയാണ് ഉണ്ടായത്. പിന്നീട് ചന്ദ്രശേഖർ ആസാദിന്റെ നേതൃത്വത്തിൽ 1930 ഡിസംബർ 23 ലോർഡ് ഇർവിൻ, അന്നത്തെ വൈസ്രോയി ലോർഡ് ഇർവിൻ സഞ്ചരിച്ചിരുന്ന ട്രെയിൻ ബോംബ് വെച്ച് തകർക്കാൻ ചന്ദ്രശേഖർ ആസാദിന്റെ നേതൃത്വത്തിൽ ഒരു പ്ലാൻ തയ്യാറാക്കുകയുണ്ടായി. പക്ഷേ 1931 ഫെബ്രുവരിയിൽ അലഹബാദിൽ, പിന്നീട് ആസാദ് പാർക്ക് എന്ന് വിളിക്കപ്പെട്ട ഒരു പാർക്കിൽ വെച്ച് പോലീസുമായിട്ടുണ്ടായ ഒരു വെടിവയ്പിൽ ചന്ദ്രശേഖർ ആസാദ് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ചിറ്റഗോങ് ആർമറി റെയ്ഡാണ് അടുത്ത ഇൻസിഡന്റ്. 1930 ഈ ഇൻസിഡന്റ്. ബംഗാളിൽ നടന്ന ഒരു വിപ്ലവ പ്രവർത്തനമാണ് ചിറ്റഗോങ് ആർമറി റെയ്ഡ് എന്ന് പറയുന്നത്. 1930 ചിറ്റഗോങ്ങിൽ സൂര്യസെന്നിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ആയുധപ്പുര ആക്രമിക്കുന്നതിന് വളരെ ആസൂത്രിതമായ വൻതോതിലുള്ള ഒരു പദ്ധതി സംഘടിപ്പിക്കുകയുണ്ടായി. കുപ്രസിദ്ധരായ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ മേൽ നടത്തപ്പെട്ട ആക്രമണങ്ങളിൽ ആദ്യത്തേതായിരുന്നു ഇത്. ബംഗാളിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ശ്രദ്ധേയമായ ഒരു സവിശേഷതയായിരുന്നു യുവതികളുടെ പങ്കാളിത്തം. അപ്പൊ സൂര്യസെന്നിനോടൊപ്പം പ്രീതിലത വധേദർ, കൽപ്പന ദത്ത, അംബിക ചക്രവർത്തി തുടങ്ങിയ സ്ത്രീ റവല്യൂഷണറീസും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ റവല്യൂഷണറീസ് മിലിറ്ററി യൂണിഫോം ധരിച്ച് അല്ലെങ്കിൽ മിലിറ്ററി യൂണിഫോമിലാണ് ഇവര് ഈ ആർമറി റെയ്ഡിന് വേണ്ടിയിട്ട് ഉള്ള അറ്റംപ്റ്റ് നടത്തിയത്. രാത്രിയിലാണ് 1930 ഏപ്രിൽ 18 രാത്രിയിലാണ് ഈ ചിറ്റഗോങ് ആർമറി റെയ്ഡ് നടക്കുന്നത്. ഈ ചിറ്റഗോങ് ആർമറി റെയ്ഡിന് വേണ്ടി തയ്യാറായ റവല്യൂഷണറീസ് 3 ഗ്രൂപ്പുകളായിട്ടാണ് തിരിഞ്ഞ് ഇതിൽ പ്രവർത്തിച്ചത്. ഒന്നാമത്തെ ഗ്രൂപ്പ് ആർമറിയിൽ ചാർജ് ഉണ്ടായിരുന്ന ഓഫീസറെ വെടിവെച്ച് വീഴ്ത്തുകയും അവിടെ ഉണ്ടായിരുന്ന വെപ്പൺസ് കൈക്കലാക്കുകയും ചെയ്തു. രണ്ടാമത്തെ ഗ്രൂപ്പ് ടെലിഫോൺ ലൈൻസും ടെലിഗ്രാഫ് കണക്ഷനും എല്ലാം കട്ട് ചെയ്തു. മൂന്നാമത്തെ ഗ്രൂപ്പ് പോലീസ് ബാരക്ക് പിടിച്ചെടുക്കുകയും വന്ദേമാതരം സ്ലോഗൻസ് ഉച്ചത്തിൽ ചൊല്ലുകയും അതുപോലെ തന്നെ ചിറ്റഗോങ്ങിന്റെ ലിബറേഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു.
പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ ഈ ചിറ്റഗോങ് ടൗൺ റെവല്യൂഷണറീസിന്റെ പിടിയിലാണ് ഉണ്ടായിരുന്നത്. ദ റെവല്യൂഷണറീസ് സീസ്ഡ് ദി ടൗൺ ഫോർ എ ഫ്യൂ ഡേയ്സ്. പക്ഷേ തിരക്കിനിടയിൽ റെവല്യൂഷണറീസ് ഈ ആയുധങ്ങൾ ശേഖരിച്ചെങ്കിലും പക്ഷേ ഇതിന്റെ കാർട്രിഡ്ജസ് വെടിയുണ്ടകൾ എടുക്കുന്നതിന് ഇവർ മറന്നുപോവുകയും ദേ ഡിഡ് നോട്ട് ടേക്ക് കെയർ ടു സീജ് ദ പോർട്ട് ഓഫ് ചിറ്റഗോങ് പോർട്ട് പിടിച്ചെടുക്കാൻ അവർ വിട്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ്. ചിറ്റഗോങ്ങിലെ ഡിസ്ട്രിക്ട് കമ്മീഷണർ ഈ പോർട്ട് വഴി, ഈ തുറമുഖം വഴി രക്ഷപ്പെടുകയും കൽക്കട്ടയിൽ നിന്നും മിലിറ്ററി റീഇൻഫോഴ്സ്മെന്റിനെ വിളിച്ചു വരുത്തുന്നതിന് അത് കാരണമാവുകയും ചെയ്തു. സൂര്യസെൻ ആൻഡ് അംബിക ചക്രവർത്തി ഹാഡ് ടു ഫ്ലീ ടുവേർഡ്സ് ദി ജലാലാബാദ് ഹിൽസ്. അപ്പോൾ ജലാലാബാദ് ഹിൽസിലേക്ക് അംബിക ചക്രവർത്തിയും സൂര്യസെന്നും പലായനം ചെയ്തു എങ്കിലും പിന്നീട് നടന്ന ഒരു ഫൈറ്റിൽ, അതായത് റവല്യൂഷണറീസും സൈനികരും ബ്രിട്ടീഷ് സോൾജേഴ്സും തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു ഫൈറ്റിൽ റവല്യൂഷണറീസിന്റെ ഭാഗത്തും അതുപോലെ തന്നെ സോൾജേഴ്സിന്റെ ഭാഗത്തും ധാരാളം പേർ മരണമടയുകയും സൂര്യസെൻ പിടിക്കപ്പെടുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഹി വാസ് സെന്റൻസ്ഡ് ടു ഡെത്ത് ബൈ ഹാങ്ങിങ്. അംബിക ചക്രവർത്തിയും ഗണേഷ് ഘോഷ് ആൻഡ് ലോക്നാഥ് ബാൽ ഈ വിപ്ലവകാരികളൊക്കെ തന്നെ ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടു, ആൻഡമാനിലേക്ക് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടു. ദേ റിപ്പോർട്ടഡ് ടു ആൻഡമാൻ. പ്രീതിലത വഡേദർ ഹാഡ് അറ്റാക്ഡ് എ യൂറോപ്യൻ ക്ലബ് ആൻഡ് ടു എസ്കേപ്പ് അറസ്റ്റ് ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. പ്രീതിലത വഡേദർ പിന്നീട് ഒരു യൂറോപ്യൻ ക്ലബ്ബ് ആക്രമിക്കുകയുണ്ടായി. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സൂയിസൈഡ് ചെയ്യുകയാണ് ഉണ്ടായത്. കൽപ്പന ദത്തും പിന്നീട് അറസ്റ്റിലാവുകയുണ്ടായി. അപ്പോൾ ഇത് കാണിക്കുന്നത് സ്ത്രീകളുടെ ഈ വിപ്ലവ പ്രസ്ഥാനത്തിലെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പങ്കാളിത്തമാണ് ഇത് കാണിക്കുന്നത്. പിന്നെയും അനേക വർഷങ്ങൾ ഒറ്റതിരിഞ്ഞ പ്രവർത്തനങ്ങൾ നടന്നുവെങ്കിലും ഇത് ദേശീയ പ്രസ്ഥാനത്തിന്റെ, വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ശക്തി ക്രമേണ ക്ഷയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ റവല്യൂഷണറി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട എപ്പിസോഡ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്, റവല്യൂഷണറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.